ഈ സെയിലിങ്ങിനായിട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഈ ബോട്ടിനെ കുറിച്ച് ഞാനിപ്പോൾ ഈ ബോട്ടിലൊന്ന് കയറി പതുക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പഠിക്കാന്ന് വിചാരിച്ചു. കാരണം ഓരോന്നിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. നമുക്കറിയില്ല, നമ്മൾ കാണുമ്പോൾ ഇരിക്കും ബോട്ടല്ലേ വെറുതെ കയറി ഇരുന്നാൽ മതി, ഇതങ്ങോട്ട് പൊയ്ക്കോളും എന്നൊക്കെയായിരുന്നു ധാരണ. ആ ധാരണയുടെ പുറത്താണ് യെസ് എന്ന് പറഞ്ഞ് ഞാനും ചാടി കയറി കഴിഞ്ഞ വർഷം വാക്കൊക്കെ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ സൂപ്പർ ടീമാണ്. എനിക്ക് ശരിക്കും ഒരു ഹോംലി ഫീലിംഗ് ആയിരുന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ റഷ്യ എന്നുള്ള നമ്മുടെ സുഹൃത്ത് അവള് പറഞ്ഞു, ഓക്കെ ഞാൻ മുടിയൊക്കെ കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് അവളുടെ റഷ്യൻ സ്റ്റൈൽ എൻ്റെ ഹെയർ ഒക്കെ അവള് ചെയ്തു തന്നു. നമ്മുടെ അമ്മയൊക്കെ വീട്ടിലിരുന്ന് അങ്ങനെ ചെയ്തു തരില്ല, അതുപോലെ എൻ്റെ അമ്മ ചെയ്യുന്നേക്കാളും സൂപ്പറായിട്ട് അവള് ചെയ്തു തന്നു. കാരണം അവൾക്ക് വെറൈറ്റി ആയിട്ട് മുടി പിന്നീട് ഇടാറിയാം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പുളിമടയൊക്കെ മെടഞ്ഞിടുള്ളൂ, പക്ഷെ അവളത് സൂപ്പറായിട്ട് എനിക്ക് ചെയ്തു തന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ തയ്യാറായതിനു ശേഷം അവള് തന്നെ നമുക്ക് ക്യാപ്റ്റനെ പരിചയപ്പെടുത്തി തന്നു. അപ്പൊ കാനഡയിൽ നിന്നുള്ള ഒരാളാണ് നമ്മുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിൽ എവിടെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, സേഫ്റ്റി എന്തൊക്കെ ശ്രദ്ധിക്കണം, എവിടെയൊക്കെ സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ, സേഫ് ഗാർഡിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു.